എന്റെ പൊളച്ച് കുറച്ച് കൂട്ടി ഒഴിച്ചേ, നല്ല കട്ടി കുഴിച്ചോ. ഉറങ്ങിപ്പോകൂടാ. അത് തന്നെയാണ് ലക്ഷ്യം. ഇന്ന് അടിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ പിന്നെ എണീക്കാൻ പാടില്ല. ചെവിട്ടിൽ കതിന് വെച്ച് പൊട്ടിച്ചാ പോലും ഞാൻ അറിയരുത്, അല്ലെങ്കിൽ ആ പലിശക്കാരന്മാർ വന്ന് എന്നെ പൊക്കും. കൂടുതൽ ചോദിച്ചാൽ എനിക്കാ കുഴപ്പം, നിനക്കറിയാവോ? ഇപ്പൊ ഞാൻ ഉറങ്ങണേക്കുമ്പോ പൊളച്ചന് ഉറങ്ങൂല. പൊളച്ചാ ഞാൻ പോണു. ഇപ്പൊ പോയ വീട്ടിൽ കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. നീ വേഗം പോ, പോയിട്ട് എനിക്കും പണിയുണ്ട്. 8 മണിക്ക് കളി തുടങ്ങും. അച്ഛന്മാരെ വിട്. നിങ്ങൾ കേസ് തുടങ്ങിയിട്ട് 30 വർഷമല്ലേ ഉള്ളൂ. 30 വർഷോ കൂടിപ്പോയെന്നാ? എന്റെ പോളച്ച, ഈ വ്യവഹാര ലഹരി എന്ന് കേട്ടിട്ടുണ്ടോ? അത് പ്രത്യേക ഒരു തരം ലഹരിയാ. ഞാൻ ഈ കോടതിയിലെത്തുമ്പോ ഉണ്ടല്ലോ, എന്തൊരു മനസ്സുവെന്നറിയോ. അതിനകത്തെ വാദിക്കൂട്, പ്രതിക്കൂട്, ജഡ്ജ്, വക്കീലന്മാരും, പിന്നെ നമ്മളെ കാണാനും കേൾക്കാനും കുറച്ച് ആൾക്കാരും, പോലീസന്മാര്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ല വള്ളിക്കെട്ടും കേസും പിടിച്ച് കോടതിയിൽ ഒന്ന് കയറി നോക്ക്, ആ സുഖം മനസ്സിലാവും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10-30 വർഷം ഒരു കേസിന്റെ പുറകെ നടക്കുക. ഒളിമ്പിക്സ് എന്ന വിചാരം കാശുകളെ. അതാണ് നമ്മുടെ ശങ്കുണ്ണിച്ചേട്ടന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അനുഭവിക്കാൻ യോഗമില്ലെന്ന് പറഞ്ഞാലും അണ്ണം കളിക്കും, മനസ്സിലായേ? ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എത്തിയല്ലോ. 100 ആയുസാ. ആരെങ്കിലും തല്ലി കൊന്നില്ലെങ്കിൽ. ഒരു 100 കസാര വേണം. എടാ 50 മതി. അയാളുടെ സ്വഭാവത്തിന് 10 ആള് വരുന്നതിന് വലിയ 50 100 നിങ്ങൾ തീരുമാനിച്ചു. അടിയന്തരല്ലോ, വന്ന് നിന്ന് കണ്ടുവെച്ച് പോയിക്കോളൂ. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോവാൻ നിൽക്കുക. സെറ്റായാ? പിന്നല്ലാതെ. ഞാൻ മതിയാക്കി. 10 ആയോ? ഇന്ന് പോളച്ചന്റെ ദിവസം. എടാ മജീദ്, നിനക്കെന്താണ് ഒരു നല്ല ദിവസം വരുന്നത്? വരും വരും. കയ്യിലിരിക്കുന്ന കാശ് പോകുന്നു വെച്ചോ. പൊളച്ചാ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ അറിഞ്ഞായിരുന്നു. ആ വക്കീലിന്റെ കാര്യല്ലേ? ഇപ്പൊ ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്. മുടിഞ്ഞ ഓർമ്മയായിരുന്നു വക്കീലിനെ. ഇപ്പൊ എനിക്കും ചെറിയ ഓർമ്മക്കുറവുണ്ടോന്നൊരു സംശയം. നിനക്ക് ആ മേരി ഓർമ്മയുണ്ടോ? ഏത് 5Bയിലെ? അവളെ കുറിച്ചൊരു അക്ഷരം മുണ്ടി പോകരുത്. മതി. നിനക്ക് ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ഓർമ്മ മതി. 9Bയിലെ ബാലനായിട്ട് അവളുണ്ട് ഒളിച്ചോടി തെണ്ടി. എത്ര ആലോചിച്ചിട്ട് നമ്മുടെ ഇവിടെ 5ാം ക്ലാസ് പഠിച്ച മേരി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിനക്ക് ഓർമ്മയുണ്ടോ? ശാന്തയുടെ അപ്പുറത്ത് ലീല, ലീലയുടെ അപ്പുറത്ത് ഷീല, ഷീലയുടെ അപ്പുറത്ത് മേരി. അതിലിപ്പോ എന്തിത്ര ആലോചിക്കും? ഓർമ്മ കിട്ടുന്നില്ല. അല്ല പോളച്ചാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? ശാന്തേനെയും മേരിനെയും ലീലേനെയും എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ആങ്ങളെയല്ലേ നിനക്കിട്ട് പണി തന്നത്, ഓർക്കുന്നില്ല? അങ്ങനെയാ. മനസ്സുമയക്കിയാളെ കൊടുക്കണ ചോണ്ടേ നീട്ടിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ ചേലുള്ള നാടൻ മീനുകൾ ഗ്രീഷ്മ ഫ്രെയിമിൽ അച്ഛൻ. അച്ഛാ ഒന്ന് മാറിയേ പ്ലീസ്. ഫ്ലോയും പോയി. എനിക്ക് വൈക്കോല് വാരിക്കൊണ്ട് ഇട്ട് കൊടുക്കാനുള്ള ഇതാര് ബാക്ക്ഗ്രൗണ്ട് ബാസിക്കാ. പോയ ചേച്ചി ഒന്ന് സഹകരിക്കുക എല്ലാരും പ്ലീസ്. കല്യാണത്തിന്റെ ഡാൻസ് കൊള്ളാൻ ദുഷ്പേര് എനിക്കായിരിക്കും. കല്യാണം കഴിക്കാൻ ഇപ്പൊ ഡാൻസും പഠിക്കണം. നേരത്തെ കിട്ടിയത് നന്നായി. ഡാൻസ് കളിച്ച് വീട് വിളിക്കാതെ നോക്കിയോ. ഉറങ്ങാൻ
ഞാനും സമ്മതിക്കില്ല. അതെ, ആ അവളുടെ കല്യാണത്തിന് ശേഷം നമ്മുടെ ഷിനോക്ക് ആ പുറത്തു പോയി പഠിക്കണമെന്ന്. പുറത്ത് പോട്ട്. ഞാനല്ലെങ്കിലും വീട്ടിൽ സ്കൂളൊന്നും തുടങ്ങിയിട്ടില്ല. അതല്ലെന്നേ, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കണ സ്ഥലത്തിന്റെ പേരെന്താ? കാനഡയില. ആ, അത് തന്നെ. അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല. ഇവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം. മനസ്സിലായ? അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പുറത്തു പോണേ? എടി, അവൻ ഈ കമ്പനിയുടെ CEO ആണ്. CEO എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെയുള്ളൂ ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും. CEO വന്നു. മോനെടാ, അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേക്ക്. CEO ചാക്കെടുക്കുന്ന ഓഫീസറിനെ ഞാനേ കോടതിയിലും സിഒയുടെ മുന്നിലും മാത്രമേ എണീറ്റിക്കാറുള്ളൂ. മനസ്സിലായ? ആ 10 ആക്കും കൂടെ എടുത്ത് വെച്ചേക്ക്. അപ്പനെ ഇപ്പൊ ഇല്ല കരിച്ചാക്ക് ഞാൻ പെട്ടലിക്കിട്ടാനെ. അവൻ പോയിട്ടേ ഞാൻ ഇരിക്കാൻ പാടുള്ളൂ. അറിയോ? ഇത്രയും നല്ല ജോലിയും വിട്ടിട്ട് ആരെങ്കിലും കാനഡയിൽ പോകും? പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ വീട്ടിൽ ഇച്ചിരി സ്നേഹവും റെസ്പെക്റ്റൊക്കെ ഉള്ളത് മറ്റേവർക്കാം. ബാ, കഴിക്കും. നന്നായിട്ട് കഴിക്കും. സാറേ, കുറച്ചുകൂടി സമയം വേണം. ഈ ടർഫ് എന്ന ഐഡിയ കുട്ടികളിലേക്ക് എത്തുന്നുള്ളൂ, എസ്പെഷ്യലി പാരൻസിൻ്റെ അടുത്ത്. ഇപ്പൊ പുറത്ത് കളിക്കുന്ന കുട്ടികൾക്ക് എത്ര അപകടം ഉണ്ടാവണമെന്ന് അറിയും. എടാ, അതൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തണം. പുറത്ത് കളിക്കാൻ ആളുകൾക്ക് പേടി തോന്നണം. എന്നാലും ഇവിടെ ആളുകൾ പന്ത് കളിക്കാൻ വരും. അറിയോ? ഇപ്പൊ ടർഫിൽ കളിക്കുകയാണെങ്കിൽ സാറിന്റെ വയറ് എന്തായാലും കുറഞ്ഞാലെന്ന് അറിയോ? എടാ, നീ വയറിന്റെ കാര്യം വിട്ടേക്ക്. ആദ്യം നീ EMI അടക്കാൻ നോക്ക്. സാറേ, അത് നോക്കിയേ. ഒരു വർഷത്തിൽ എത്ര കുട്ടികളാ പാമ്പ് അടിച്ചു വരിക്കണേ? എത്രയാ? അങ്ങനെ എനിക്കറിയില്ല. എടാ, ഈ പാമ്പില്ലാത്തടത്ത് നീ അല്ലാതെ പാമ്പിന്റെ ഫോട്ടോ വെക്കുവോ? ഇത് കണ്ട ആരെങ്കിലും ഇവിടെ കളിക്കാൻ വരുമോ? അതൊക്കെ പോട്ടെ. നീ എത്രയും പെട്ടെന്ന് EMI അടിച്ചു തീർക്കാൻ നോക്ക്. അല്ലേട്ടാ, ഇതിപ്പോ പണിവാളോ? നിനക്ക് തീരെ ട്രസ്റ്റ് ഇല്ലല്ലേ? ഇതിലേക്ക് നോക്കണ്ട, ഇത് ഞാൻ തരൂല. സ്വഭാവം. മക്കളെ, പറമ്പ് കളിക്കാതെ ഈ കൂട്ടുകാരി കളിക്കടാ. ചീട്ടിറേ ഒത്തിയുടെ ഫസ്റ്റ് വൺ കാർഡ്. മാധവൻ ചേട്ടൻ ജയിച്ചു. ഫുള്ളാ. അല്ല, കല്യാണം വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ? ഒന്നുകൂടെ ഇരിക്കട്ടെ. ഓ, എനിക്ക് വേറെ പണിയുണ്ട്. നമുക്ക് ഒരു റൗണ്ടും കൂടെ ഇരിക്കാം. മാധവാ, കളി മുടക്കല്ലേ?